ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള ദോശ കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ രീതിയിൽ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് രുചികരമായ വെറൈറ്റിയായ ഒരു ദോശയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്കും പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒരേപോലെ കഴിക്കാൻ സാധിക്കുന്ന ഒരു വെറൈറ്റി ദോശയാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതാ ഇവിടെ 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് വെള്ളയരി, 1/2 ഗ്ലാസ് ചെറുപയർ, 1/4 ഗ്ലാസ് നിലക്കടല, 2 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇവ നന്നായി കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്ത ശേഷം ഓവർനൈറ്റ് കുതിർക്കാനായി വയ്ക്കാം. ഇതാ ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം. അതിനായി ഇതാ കുറച്ച് ധാന്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 2 പച്ചമുളക്, 1 സവാള, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ നന്നായി മഷി രൂപത്തിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതിനെ അരച്ചെടുക്കാം. ഇവ അരച്ചെടുത്ത ശേഷം ബാക്കിയുള്ള അരിയും അരച്ചെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 6 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. എന്നാൽ നല്ല സോഫ്റ്റായ ദോശ കിട്ടത്തുള്ളൂ. ഇതാ ഇവിടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇതിനെ ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തിയെടുക്കാം. എത്രത്തോളം നൈസായി പരത്താവോ അത്രയും നൈസായിട്ട് പരത്തി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. രുചി കിട്ടാനായി ഇതിൻ്റെ മുകൾ വശത്ത് നല്ലെണ്ണയോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായി മൊരിച്ചെടുക്കാം. ഇതാ മുകൾ വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല എളുപ്പത്തിൽ തന്നെ ഇത് മറിച്ചിടാൻ സാധിക്കും. ദോശ മറിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ വശത്തായി വീണ്ടും നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും നന്നായി ക്രിസ്പിയായി വേവിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ രുചികരമായ ധാന്യങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വെറൈറ്റി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. എത്ര തന്നെ കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.